ശൈലേഷേട്ടാ, അതൊക്കെ പോട്ടെ. അതൊക്കെ നമ്മുടെ പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ലൈഫ് അടിപൊളിയായിട്ട് പോയാ പോരെ. പിന്നെ റിലേഷൻഷിപ്പ് ആവുമ്പോ കമ്മിറ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവണ്ടേ? എന്റെ കാവ്യ നീ ഇത്ര ഇമോഷണൽ ആയിട്ട്? ഞാനതൊന്നല്ല വിചാരിച്ചിരുന്നാർന്ന്. ഞാനതൊക്കെ എപ്പോഴാ വിട്ട്? അത് ശരി, അപ്പൊ അതല്ലേ. എന്നാലേ ഞാനിന്ന് വൈകുന്നേരം മിന്നുന്റെ അടുത്ത് ഡാൻസ് പ്രാക്ടീസിന് പോകൂട്ടാ. അതിനെന്താ? എന്നാലും നമ്മൾ എന്തോരം ടെൻഷൻ അടിച്ചൂലേ. ഞാനാ കൂടുതൽ ടെൻഷൻ അടിച്ചേ. ഇനി നമുക്ക് അടിപൊളി കപ്പിൾ കമ്പനി ആവാം. ആപ്പിൾ കമ്പനിയോ? ആപ്പിൾ കമ്പനി അല്ല, കപ്പിൾ കമ്പനി. പൊട്ടാ കപ്പിൾ കമ്പനി. എത്ര നേരായി മതി ഡാൻസ് പ്രാക്ടീസ് നാളെ. മതി ഒരു ടേക്കും കൂടി പോവാം. ആ എടുക്ക്. ഫുൾ ചാർജ് ഉണ്ടായിരുന്ന ഫോൺ, അപ്പൊ ബാറ്ററി ലോ ആയി. ബാക്കി പിന്നെ അതെ പിന്നെ ഒന്നുകൂടി ചെയ്യാം. ശൈലേഷേ മോനെ, അധികം അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എങ്ങോട്ട്? ഞാൻ നോക്കിയൊന്നുമില്ല. എന്തു കാണിക്കണേ? മയൂരാസൻ ഇങ്ങനെ എന്തെങ്കിലും കുറെ ആസനമുണ്ട്, അത് കാണിച്ചു കൊടുത്തേ. അവളുടെ ആസനം നോക്കാൻ അവൾക്കറിയാം. രണ്ടുപേരോടും കൂടിയിട്ടാ ഉടായി പോപ്പിക്കാൻ എന്തേലും പ്ലാൻ ഉണ്ട് അറിയാലോ. ഞങ്ങൾ രണ്ടിപ്പോ ടീമാ. അതെ. പോയി. നമ്മുടെ ജിമ്മിലൊന്നും ഒരു പെങ്കൊച്ചു പോലുമില്ല. എന്റെ ജിമ്മിലതെ ഞാൻ വന്നേപ്പിന് ഒരാളും വരുന്നില്ല. അത് നീ അവിടെ പോയി ഡമ്പലി പിടിക്കണം. ധനനഷ്ടം, മാനഹാരി. കഷ്ടകാലമാണല്ലോ ദൈവമേ. കഷ്ടകാലം വന്നല്ലോ. ചൂടാണല്ലോ കാവ്യേ. ചായക്ക് ചൂടുണ്ടാവില്ലേ? ശൈലേഷേ, കുട്ടേട്ടാ. എന്തൊക്കെയുണ്ടാ മോനെ? സുഖം കുട്ടേട്ടാ. ബാ ഇരിക്കി. കുട്ടേട്ടന് ചായ എടുക്കട്ടെ? ചായ എടുത്തോ. ഫോർമാലിറ്റിക്ക് ചോദിക്കുമ്പോ എടുക്കാട്ടാ. ശൈലേഷേ, നിനക്കൊരു പണി വരുന്നുണ്ട്. പണിയോ? തെളിയിച്ചു പറ കുട്ടേട്ടാ. അപ്പുറത്തെ വീട്ടിലെ പെണ്ണിലെ ഡയാന, അവളിവിടെ ചുമ്മാ വന്നതല്ല, നിന്റെ കുടുംബം കലക്കാൻ വേണ്ടി വന്ന അവള്. എന്തിന്? എനിക്കങ്ങനെ അറിയാം. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ തന്നെ അറിഞ്ഞ? എനിക്കതറിയാനാണോ പ്രയാസം? അവള് സ്കൂട്ടിയിലിരുന്ന് ഫോൺ ചെയ്യണം, ഞാൻ ഒളിച്ചിരുന്ന് കേട്ടു. എന്ത് കേട്ടു? കോഴികൾ. എന്ത് കേട്ട്? ചായ എവിടെ? ചായ തരാം. എന്താ കേട്ടെന്ന് പറ. അതായത് ശൈലേഷിന്റെ വീടിന്റെ അടുത്ത് വീടെടുത്തുന്നു, ശൈലേഷിനെ താമസിയാതെ വളച്ച് കുപ്പിയിലാക്കുന്നൊക്കെ. ഞാൻ എന്ത് ചെയ്തു? എന്താ കുട്ടേട്ടാ? മിന്നു, നമ്മള് വിചാരിച്ച പോലെ തന്നെ അവള് യോഗ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞായിട്ട് നടക്കുന്ന വെറുതെ ഒന്നും അല്ല. എന്തുണ്ടായേ? അവള് നമ്മുടെ സമാധാനം കളയാൻ വേണ്ടി വന്ന ശൈലേഷിനെ ഇപ്പൊ വളയ്ക്കുമെന്നൊക്കെയാ പറയണേ. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ വളയണ്ടെന്ന് വിചാരിച്ചാലും വളഞ്ഞു പോകും. കുട്ടേട്ടൻ രാത്രി വെള്ളം അടിച്ചിട്ട് നടക്കുമ്പോ എങ്ങാനും തോന്നിയതാണെങ്കിലോ? വെള്ളാടിയൊക്കെ അന്നത്തെ ബാച്ചലർ പാർട്ടിയോടെ ഞാൻ നിർത്തി. എടാ ശരിക്കും കേട്ടതാടാ, അവളെ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണതാ. എനിക്കപ്പോഴേ തോന്നി. അവളുടെ ആ ഓവർ ഡ്രസ്സിനെ കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് ഞാൻ മണത്തതാ. ഡ്രസ്സിംഗ് ഒക്കെ ലേഡീസിന്റെ ചോയ്സ് ആണെന്നല്ലേ പറയാറ്? ചുമ്മാ ഇരിക്കവിടെ. നീ പേടിക്കണ്ട കാവ്യേ, നമുക്ക് അവൾ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും തുരുത്താം. പിന്നെ അവള് വളയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ശൈലേഷിനെ ആണെങ്കിലും ചിലപ്പോ വീഴുന്നത് ഇവിടെ വേറെ പലരും ആയിരിക്കും. അതുകൊണ്ട് ഈ കളിയില് നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടാ. കണ്ടം വഴി ഓടിക്കാം. കുട്ടേട്ടനുണ്ടോ മക്കളെ? ഞാനുണ്ട് കുട്ടേട്ടാ. റീല് കണ്ടായിരുന്നു. ഇങ്ങോട്ട് വെക്കട. രണ്ടു ദിവസമായിട്ട് അവളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഇനി നമ്മൾ നിരീക്ഷിക്കണ കാര്യം അവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പോയിന്റ്. പക്ഷെ അവളുടെ സ്കൂട്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ കൂളായിട്ടായിരിക്കണേ നീ?
ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോട്ടാ, വെറുതെ ചോര തന്നു കഴിഞ്ഞാ. അവളവളുടെ വിഷമം കൊണ്ടല്ലേ പറയുന്നത് ശൈലേഷേ. നിങ്ങളെന്താ വിചാരിച്ചേ? നല്ല മണി പോലത്തെ പെമ്പിള്ളേർ അവൻ്റെ ജിമ്മിലുണ്ട്, നല്ല കിടിലം ഫ്രീക്കത്തിമാർ അവൻ്റെ ഓഫീസിലുണ്ട്. എന്നിട്ട് അവൻ ചാഞ്ചാടിയോ? കഴിഞ്ഞിട്ട് അല്ല, നമ്മൾ ആരെയും പേടിക്കണേ? നമുക്ക് അവിടെ ചെന്ന് കാര്യം പറഞ്ഞാ പോരെ? ശരിയാ, ഇന്ന് തന്നെ അവളോട് ഒന്ന് കെട്ടുകെട്ടാൻ പറയാം നമുക്ക്. അല്ലേ നമുക്കൊന്ന് വരട്ടി നോക്കാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. കമാ കുട്ടേട്ടാ, ഒന്നൂടെ. എവിടെ പോയി? ഇവളിതെവിടെ പോപ്പു? ആണെന്നില്ലല്ലോ. ആരും ഇല്ല ഇവിടെ. വാതില് തുറക്കടി. തുറക്കുന്നില്ല. തുറക്കടി വാതില്. നിന്റെ വായിൽ നാവില്ലേ? പറടാ. എടി ഇറങ്ങി വാടി കോട്ട്. എടി നിനക്കെന്നെ വളക്കണലോടി. ഇറങ്ങി വാടി. എടി നീ എന്റെ വീട്ടിൽ കയറുന്നത് പണിയാൻ നിൽക്കാണല്ലോടി. പിടിച്ചോ കുട്ടേട്ടാ, കാലി പിടിച്ചോ. നിങ്ങളുടെ പേടി ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ കുറച്ചൊക്കെ ഭർത്താക്കന്മാരെ വിശ്വാസമാവാം. കുറച്ച്. അതെങ്ങനെയാ? ആമ്പിളേർക്കോട് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും പ്രാന്താവും. അതെ, പഴയ്ക്കാനാണെങ്കിൽ എനിക്ക് എന്തേ പഴയ്ക്കായിരുന്നു. അയ്യേ, താൻ ഞങ്ങളുടെ ടീമാണോ ഇവരുടെ ടീമാണോ? അതല്ല മക്കളെ, ഇവർ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട്. ഏതോ ഒരു പെണ്ണ് പറഞ്ഞു തരും നമ്മൾ ശൈലേഷിനെ ഇങ്ങനെ ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോട്ടെ ശൈലശേട്ടാ, സോറി. ജിമ്മിൽ പോയി ഹാർട്ട് വരെ മസിലായി. അയ്യോ, ജിതിനേട്ടന് ആർക്കും വളയ്ക്കാനാവില്ല. 1 2 3 4 5. അതാരാ? അതെ, വീടിന്റെ ഡോർ ഓപ്പൺ ആവുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ?